Yes, Praveen. Yes. Yeah, you only called up, no? There's a call from Indian Embassy. Yes. So you basically would like to speak with Ambassador, right? Yes. Oh, okay. I will transfer the call to Ambassador, okay? Yeah. Okay. You know the Ambassador's name? Yeah, Sitaram. Sitaram, sir. Okay, His Excellency. Okay, hold for a minute. Hello. Hello, sir. Good afternoon. Yes, please. Good afternoon. Sir, Yes. ഇവിടെ ഇന്ത്യയിലേക്ക് മെസ്സേജുകൾ കുറെ വരുന്നുണ്ടല്ലോ. പ്രവീൺ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കേരള. കേരളത്തിൽ എവിടെയാണ്? തൃശ്ശൂരാണ്. എന്താ ചെയ്യുന്ന പ്രവീൺ അവിടെ? ഇവിടെ എനിക്ക് ജോലിയില്ല. ഞാൻ മുമ്പ് സെക്യൂരിറ്റി ആയിരുന്നു UAE-ല്. സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യായിരുന്നു UAE-ല്. UAE-ല് എവിടെ സെക്യൂരിറ്റിക്കാര് ജോലി ചെയ്തത്? അബുദാബി. അബുദാബിയിലോ? ഇവിടെ ഏത് കമ്പനിയിലായിരുന്നു? പാർക്ക്. പാർക്കിലാ? പാർക്ക് എന്ന പേരുള്ള കമ്പനിയാ? അതെ. എന്ത് മെസ്സേജാണോ കിട്ടുന്നത്? എന്ത് മെസ്സേജാന്ന് എനിക്കറിയില്ല. ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിനെ കുറിച്ചാണ്. ഇല്ല, എന്താണ് മെസ്സേജ്? എന്താണ് കാര്യം എന്താണ് പറയൂ. അല്ല, ആൾക്കാർ അവിടുത്തെ ഷെയ്ഖിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്ന കണ്ടു. അപ്പൊ മനസ്സിലായില്ല. എന്താണ് കാര്യം പറയുക? എന്താണ് പറയുന്നത്? സാറിനും അറിയാൻ തോന്നുന്നു. സാറ് ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ കാര്യം എന്താണെന്ന് പറയൂ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടാണോ? എന്താണ് കാര്യം? അവിടെ ഇരിക്കുമ്പോ പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ ഇരിക്കുമ്പോ ആൾക്കാര് ഫോളോ ചെയ്യലും അങ്ങനത്തെ ഒക്കെ കാര്യം ഉണ്ടായിരുന്നു. ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്ത് ആൾക്കാർ കൂടുതൽ വരുന്നു. ആൾക്കാർ കൂടെ വരുന്നു. ഇല്ല, പറയൂ, ക്ലിയർ ആയിട്ട് പറയൂ. എവിടുന്ന് ആളുകൾ വരുന്നു? ആൾക്കാർ കൂടുതൽ ജോലി സ്ഥലത്തേക്ക് വരുന്നു. ആൾക്കാർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നു ഫേസ്. ആളുകള് ജോലി സ്ഥലത്ത് വരുന്നോ? അതെ. എന്നിട്ട് ജോലി ചെയ്യാനുള്ളവരല്ലേ വരുന്നേ? അല്ലല്ല, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തായിരുന്നേ. പറയൂ. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തോ? അവിടെ കൂടുതൽ പേഷ്യൻസ് വരുന്നു. കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു എന്നെ പറ്റി. നിങ്ങളെ പറ്റിയാ? അതെ. നിങ്ങളെ പറ്റി എന്താ പറയുന്നു? തെളിച്ച് പറയൂ. എന്നാലേ എനിക്ക് മനസ്സിലായാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. അവർക്കാണ് മെസ്സേജ് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ മുമ്പ് ഇവിടെ എംബസിയിലേക്ക് ഒരു ഇമെയിൽ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ അംബാസഡർക്ക് ഒരു ഇമെയിൽ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് അംബാസഡർക്കോ? അതെ. അപ്പൊ അത് 3 വർഷം മുമ്പായിരിക്കുമല്ലോ? 3 വർഷം മുമ്പാണ്. 3 വർഷം മുമ്പാണ്. എന്നിട്ട് ഞാൻ കൗൺസിലറിന്റെ അടുത്ത് വർത്താനം പറഞ്ഞു പോയിട്ട്. അവര് വിളിപ്പിച്ചു. അപ്പൊ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മളെ പറ്റി വർത്താനം പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു സാർ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. അതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട. അവര് ദ്രോഹമൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാൻ പോകണ്ട പറഞ്ഞു. പിന്നെ പിന്നീട് അത് ഇന്ത്യയിൽ അതേപോലെ തന്നെ കാണുന്നുണ്ട്. നിങ്ങളിപ്പോ ഇന്ത്യയിലാണ്? ഇപ്പൊ കേരളത്തിലല്ലേ? തൃശ്ശൂരല്ലേ? അതെ. അവിടെ ജോലിയൊന്നും ചെയ്യാനായില്ല ഇതുവരെ? ഇതിന്റെ കാരണത്താല് ജോലിയൊക്കെ ആകെ മുടങ്ങിയിരിക്കുകയാണ്. അത് എന്ത് കാരണമാണ്? നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾക്ക് പേടി? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവരിങ്ങനെ ഈ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ മെസ്സേജ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് മെസ്സേജ് വരുന്നത് പറയൂ. ഇത് തെളിയിക്കാനൊന്നും പറ്റില്ല. നമ്മള് സാധാരണക്കാര്. ശരിയല്ല, സോഷ്യൽ നെറ്റ്വർക്കിൽ കൂടെ എന്താണ് മെസ്സേജ് വരുന്നത് അത് പറയൂ. അത് കണ്ടാൽ അവരുടെ മെസ്സേജ് നോക്കിയാൽ തന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്നില്ല നമ്പർ. 5 വർഷം വർക്ക് ചെയ്തോടെ. അപ്പൊ ഞാൻ അത് വർക്ക് ചെയ്യും. ഞാൻ ഇവര് വർത്താനം പറയാൻ കണ്ടിട്ട് ഏകദേശം ഒരു ഊഹം വെച്ചാ പറയണേ. ശരി. പ്രവീൺ അല്ലേ? പ്രവീൺ. അതെ. ഇതിന്റെ പ്രവീൺ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഒരു സ്പഷ്ടത ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ ഒക്കില്ല കേട്ടോ. സ്പഷ്ടത പറഞ്ഞ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾ അവിടെ നോർക്ക എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഇല്ലേ?
തിരുവനന്തപുരത്ത് അവിടെ എല്ലായിടത്തും ഉണ്ട്. തൃശ്ശൂരും ഒക്കെ അവരുടെ ബ്രാഞ്ച് കാണും. നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് അസോസിയേഷൻ. അവർക്ക് ഒരു കാര്യങ്ങൾ എന്താണെന്നൊന്ന് സ്പഷ്ടമായിട്ടൊന്ന് എഴുതി കൊടുത്താൽ അവരിനെ എന്നെ അറിയിക്കും. അല്ല ഇതിന്റെ പേരിൽ പുലിവാല് പിടിക്കാൻ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അവിടെ ആദ്യം നോർക്കയിൽ ആർക്കെങ്കിലും ഒന്ന് നോർക്ക പറഞ്ഞു, അവിടുത്തെ നോർക്ക സെക്രട്ടറിക്ക്, നോർക്കയിൽ ഒരു സെക്രട്ടറി ഉണ്ട്, ഉഷ ടൈറ്റസ് എന്നാണ് അവരുടെ പേര്, IAS ഓഫീസർ. അവർക്കൊരു കാര്യം എന്താണെന്നൊന്ന് എഴുതി കൊടുത്താൽ, എന്നിട്ട് അംബാസഡറെ അറിയിക്കാൻ പറഞ്ഞാൽ അവരെന്നെ അറിയിക്കും. ഓക്കെ. ഇത് എനിക്കും കാര്യം അറിയില്ല, ഇതിങ്ങനെ സംഭവം നടക്കുന്നുണ്ട്, ഒരു വ്യക്തത ഇല്ല, എന്താണ് ചെയ്യേണ്ട, ഇനി അങ്ങോട്ട് വരാൻ പറ്റുമോ അബുദാബിയിലേക്ക് അതും അറിയില്ല. ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ വരാതിരിക്കുന്നതാണ് നല്ലത്. മറ്റുള്ള രാജ്യത്തേക്കോ? മറ്റുള്ള രാജ്യത്തും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് തൊട്ടടുത്തുള്ള ഈ 6 രാജ്യങ്ങളിലും അവർ അറിയിക്കാറുണ്ട്. ഈ ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ എന്നുള്ള രാജ്യങ്ങളിൽ 6 രാജ്യങ്ങൾ. അതിന് പുറത്തു പോയാൽ കുഴപ്പമില്ല, പക്ഷെ ഈ 6 രാജ്യങ്ങളിൽ പ്രശ്നം ഉണ്ടായേക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നോർക്കയിൽ ഒരാളിനെ ആരെങ്കിലും കണ്ടതെന്ന് പറയുകയോ എഴുതി കൊടുക്കുകയോ ചെയ്യുക. നോർക്ക സെക്രട്ടറി അറിയിച്ചിട്ട് അംബാസഡറെ അറിയിക്കാൻ പറയുക. അതാണ് സാറിനെ വിളിക്കാൻ കാരണം, സാറിനായിട്ട് സാർ മലയാളിയായ കാരണം സാറിനെ. അതെ. അതില് വ്യക്തമായിട്ട് കിട്ടിയാൽ നമുക്ക് അന്വേഷിക്കാം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ. അല്ല ഇതിന്റെ പേരിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ഒന്നും പേടിക്കാതിരിക്കുക. എന്തെങ്കിലും ഒരു ജോലി നാട്ടിൽ തന്നെ കണ്ടുപിടിക്കാൻ നോക്കൂ. അതാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുക. അതാണ് ചെയ്യേണ്ടത്. നാട്ടിൽ ജോലിയൊക്കെ ഉണ്ട്, ഒരുപാട് പേര് മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ വരുന്നില്ലേ ജോലി ചെയ്യാൻ നമ്മുടെ നാട്ടില്. ദൂരെ നിന്നൊക്കെ ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നൊക്കെ ഒരുപാട് പേര് ജോലി അന്വേഷിച്ച് നമ്മുടെ നാട്ടിൽ വരുന്നില്ലേ, അവർക്ക് ജോലി കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ജോലി നാട്ടിലുണ്ട്, അതിന് നല്ല ജോലി അന്വേഷിച്ച ജോലി നാട്ടിൽ തന്നെ നിൽക്കാൻ നോക്കൂ. ശരി.